യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രം അരുത്. സംഖ്യാപുസ്തകം 14 അധ്യായം 9 വാക്യം. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയവരിൽ ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായത്തിന് എതിരായി യോശുവായും കാലേബും നിലകൊണ്ടു എന്ന് സംഖ്യാപുസ്തകം 13 അധ്യായം 25 മുതൽ 33 വരെ വായിക്കുന്നത് കാണാം. ദൈവത്തോടുള്ള അവരുടെ സമർപ്പണത്തിനും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള പൂർണ്ണ വിശ്വാസത്തിലും അവർ അടിയുറച്ചു നിന്നു. അവർ തങ്ങളുടെ സഹപ്രവർത്തകർക്ക് നൽകുന്ന താക്കീത്, ദൈവത്തിനെതിരെ ആരും മത്സരിക്കരുത്. ജനത്തിൻ്റെ മത്സര മനോഭാവം തിരുവെഴുത്തിൽ ആദ്യോടന്തം നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രവാചകനായ യോനായുടെ ദൃഷ്ടാന്തം മാത്രം നമുക്കിന്ന് നോക്കാം. യോന പ്രസിദ്ധ രാജ്യതന്ത്രജ്ഞനും പ്രവാചകനുമായിരുന്നു. അസീറിയൻ സാമ്രാജ്യ തലസ്ഥാനമായ നിനവയിലേക്ക് ചെന്ന് അവിടെയുള്ള ജാതികൾക്ക് വിരോധമായി പ്രസംഗിക്കുവാൻ ദൈവത്തിൽ നിന്നും തനിക്ക് കൽപ്പന ലഭിക്കുന്നു. യോന അത് തിരസ്കരിച്ച് നിനവയുടെ എതിർവശത്തിലുള്ള തർശിസിലേക്ക് കപ്പൽ കയറി. വഴിമധ്യേ ഉണ്ടായ കടൽക്ഷോഭത്തിൽ നിന്നും രക്ഷ നേടുവാൻ കപ്പൽക്കാർ യോനായെ സമുദ്രത്തിൽ എടുത്തെറിഞ്ഞു. കരുണയുള്ള ദൈവം അവനെ വിഴുങ്ങേണ്ടതിനൊരു മഹാമത്സ്യത്തെ അവിടെ ഒരുക്കി. 3 ദിവസങ്ങൾക്ക് ശേഷം മത്സ്യം അവനെ കരയ്ക്ക് ഛർദ്ദിച്ചു എന്ന വചനം പഠിക്കുന്നു. യോനായോടുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമയും നിനവെ നിവാസികളോടുള്ള തൻ്റെ ദിവ്യ സ്നേഹവും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു ചരിത്ര സംഭവമെന്നോ യാഥാർത്ഥ്യമെന്നോ അംഗീകരിക്കുവാൻ അവിശ്വാസികളുടെ മനസ്സ് സ്വാഭാവികമായി വിസമ്മതിക്കുന്നു. പക്ഷേ ഇത് ചരിത്ര വസ്തുതയാണെന്ന് യേശുക്രിസ്തു അംഗീകരിച്ചു. മനുഷ്യന് മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ജീവനോടെ ദിവസങ്ങൾ കഴിയാമെന്നതിന് തെളിവുകളുണ്ട്. 1891 തെക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഫോക്ലാൻഡ് ദ്വീപുകളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ കാണാതെയായി. 2 ദിവസങ്ങൾക്ക് ശേഷം അതേ കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ പിടികൂടിയ ഒരു തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ നിന്നും അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കാണാതെ പോയ മനുഷ്യനെ അവർ പുറത്തെടുത്തു. ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആരോഗ്യമുള്ളവനായി തീർന്നു. യോനായുടെ ചരിത്രത്തിൽ നിന്നും അടർത്തിയെടുക്കാവുന്ന ഒരു ചിന്ത, ദൈവത്തിൻ്റെ ആജ്ഞയുടെ മുൻപിൽ പ്രകൃതി ശക്തിയും ജന്തുക്കളും സസ്യവും അനുസരിപ്പാൻ തയ്യാറായപ്പോൾ മനുഷ്യൻ മത്സര മനോഭാവമുള്ളവനായി തീർന്നു എന്നതാണ്. ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിച്ചാൽ, യഹോവ കൽപ്പിച്ചു, കടലിൽ ഒരു പെരുങ്കാറ്റ് അടിച്ചു. യഹോവ കൽപ്പിച്ചു, മത്സ്യം അനുസരിച്ചു. ദൈവം കൽപ്പിച്ചു, ആവണക്ക് കിളിർത്തു വന്നു. ദൈവം കൽപ്പിച്ചു, പുഴു ആവണക്കിനെ കുത്തിക്കളഞ്ഞു. ദൈവം കൽപ്പിച്ചു, അത്യുഷ്ണ കിഴക്കൻ കാറ്റ് വീശി. യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ തീരുമാനിച്ചു. ഒടുവിൽ യോന ആവണക്ക് നിമിത്തം ഞാൻ മരണപര്യന്തം കോപിക്കുമെന്ന് പറയുന്നു. ദൈവം യോനായുടെ കോപത്തെ ശാസിച്ചു. അതും അവന് ഇഷ്ടമായില്ല. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും അണുവിട വ്യതിചലിക്കാതെ ഇന്നും ദൈവത്തിൻ്റെ ആജ്ഞകൾ വിഘ്നം കൂടാതെ അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്വന്തം കയ്യാൽ തൻ്റെ സാദൃശ്യത്തിലും സ്വപ്നത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ മാത്രമല്ലേ ദൈവത്തിനെതിരെ മത്സരിക്കുന്നത്? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീനെന്ന്
യാക്കോബ് ലേഖനം 4:7 പറയുന്നു, ദൈവമേ, അങ്ങയോട് ഞാൻ മത്സര മനോഭാവം പ്രകടിപ്പിച്ചു പോയ പാപം എന്നോടെന്ന് ക്ഷമിക്കണമേ. അവിടുത്തെ ആജ്ഞകൾ ചോദ്യം ചെയ്യാതെ അനുസരിപ്പാൻ എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ദൈവകൽപ്പനയുടെ അനുസരണമാണ് യാഗത്തേക്കാൾ അത്യുത്തമം. ദൈവത്തോടുള്ള സ്നേഹമാണ്, ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അനുസരണം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.